ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ 10-bit A to D converter is used to digitize an analog signal in the 0 volt to 5 volt range. The maximum peak to peak ripple voltage that can be allowed in the DC supply voltage is. ഇവിടെ നമുക്ക് 10 ബിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാക്സിമം പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്താന്ന് തന്നിട്ടുണ്ട്. VPP എന്ന് പറയുന്നത് 0 to 5 വോൾട്ട് ആണ്. അപ്പോൾ VPP എന്തായിരിക്കും? 5 വോൾട്ട് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ബിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് N എന്ന ലെറ്റർ കൊണ്ടാണ്. നമ്പർ ഓഫ് ബിറ്റ്സ് ഇവിടെ 10 ആണ്. പിന്നെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മാക്സിമം പീക്ക് ടു പീക്ക് റിപ്പിൾ വോൾട്ടേജ് ആണ്. അതിനൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. പീക്ക് ടു പീക്ക് റിപ്പിൾ വോൾട്ടേജ് ഈക്വൽ ടു VPP ഡിവൈഡഡ് ബൈ 2⁻n−1 എന്നാണ്. ഇവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സും VPP എന്ന് പറയുന്നത് പീക്ക് ടു പീക്ക് വോൾട്ടേജും ആണ്. അപ്പോൾ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഇവിടെ എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 2⁻n−1. 2⁻n എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ദെൻ 2⁻10−1. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 5 ഡിവൈഡഡ് ബൈ 1024-1 എന്ന് കിട്ടും. നമുക്ക് ഇതിനെ 5 ഡിവൈഡഡ് ബൈ 1023, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു 10⁻3. 1000 എന്ന് പറയുന്നത് 10⁻3 അല്ലേ? അങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്താൽ നിയർലി 5 മില്ലി വോൾട്ട് എന്ന് പറയാൻ പറ്റും. അവിടെ ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷൻ ഡി നിയർലി 5 മില്ലി വോൾട്ട് ആണ് ആൻസർ വരിക. VPP, V പീക്ക് ടു പീക്ക് റിപ്പിൾ ഈക്വൽ ടു VPP ഡിവൈഡഡ് ബൈ 2⁻n−1 എന്ന് ഓർത്ത് വെച്ചിരിക്കുക. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബൂളിയൻ എക്സ്പ്രഷൻ y of a b c, എത്ര വേരിയബിൾസ് ഉണ്ട്? 3 വേരിയബിൾസ് ഉണ്ട്. ഈക്വൽ ടു a plus bc ആണ്. ഈസ് ടു ബി റിയലൈസ്ഡ് യൂസിങ് 2 ഇൻപുട്ട് ഗേറ്റ്സ് ഓഫ് ഓൺലി 1 ടൈപ്പ്. അതായത് ഒരൊറ്റ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? റിയലൈസ് ചെയ്യണം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് ഫോർ റിയലൈസേഷൻ? ഒരേ ഒരു ഗേറ്റ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നാൻഡ് അല്ലെങ്കിൽ നോർ ആയിരിക്കും. കാരണം എന്താണ്? നാൻഡും നോറും ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് A plus BC. ഇതെന്ന് പറയുന്നത് എന്താണ്? ഓർ ഗേറ്റ് ആണ്. ഒരു ഓർ ഗേറ്റും അതുപോലെ തന്നെ BC എന്ന് പറയുന്നത് B/C എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആൻഡ് ഗേറ്റ് കൊണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. B.C. അപ്പോൾ ഒരു ഓർ ഗേറ്റ് കൊണ്ടും ഒരു ആൻഡ് ഗേറ്റ് കൊണ്ടും ഈ എക്സ്പ്രഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 2 ഇൻപുട്ട് ഗേറ്റ്സ് ഓഫ് ഓൺലി 1 ടൈപ്പ് എന്നാണ്. അതായത് ആൻഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആൻഡ് മാത്രം യൂസ് ചെയ്യാൻ പറ്റൂ, ഓർ ആണെങ്കിൽ ഓർ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാൻഡ് അല്ലെങ്കിൽ നോർ ആയിരിക്കും നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ഇനി നാൻഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോ A plus BC ഇത് നമ്മൾ എന്ത് ചെയ്യണം? നാൻഡിലേക്ക് കിട്ടുന്ന ഫോമാറ്റിലാക്കണം. ഒരു A എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും B എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും നമ്മുടെ നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്താൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വരിക? A.B the whole bar എന്നാണ് വരിക. അപ്പൊ ഇങ്ങനെ ഒരു ഫോമാറ്റിലേക്ക് നമുക്ക് ഇതിനെ മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാം. ഡിമോർഗൻസ് തിയറം എന്താ പറയുന്നത്? A plus B the whole bar equal to A.B bar. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂന് ചേഞ്ച് വരാത്ത വണ്ണം അത് എങ്ങനെയാക്കാം? A.BC bar എന്നിട്ടൊരു ദ ഹോൾ ബാർ കൊടുത്താൽ മാത്രമല്ല ഇതാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട എന്താണ്? ഇവിടെ നമുക്ക് A ബാർ എന്ന് പറയുന്നത് ഒരു ഗേറ്റ് കൊണ്ട് നാൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അതായത് ഇൻപുട്ട് രണ്ടും കൂടെ ഷോർട്ട് ചെയ്യുമ്പോൾ അതൊരു നോട്ട് ഗേറ്റ് ആയി മാറില്ലേ? അപ്പോൾ A എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട്, ഇത് നാൻഡ് ഗേറ്റ് ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A ബാർ ആക്കി കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടി. ഇനി എന്താണ്? ബിയും സിയും ഉണ്ട്. ബിയും സിയും ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? BC ദ ഹോൾ ബാർ ഇതായിരിക്കും കിട്ടുക. അപ്പൊ ഈ രണ്ട് ടേംസും കിട്ടി. ഇനി ഇതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു നാൻഡ് ഗേറ്റ് കൂടെ യൂസ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ഇൻപുട്സ് ആയിട്ട് കൊടുക്കുന്നത് A ബാറും അതുപോലെ തന്നെ BC ബാറും ആയിരിക്കും. അത് ഔട്ട്പുട്ടിൽ എങ്ങനെ കിട്ടും? A ബാർ ഡോട്ട് BC ബാർ
ദ ഹോൾ ബാർ എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? ഇത് ഈക്വൽ ടു എ പ്ലസ് ബി സി ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ എത്ര ഗേറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തത്? 3 ഗേറ്റ്സ് ആണ് യൂസ് ചെയ്തത്. ഒരേപോലത്തെ 3 ഗേറ്റ്സ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഷറിംഗ് യൂണിറ്റ് ഓഫ് ഫിഗർ ഓഫ് മെറിറ്റ്. ഫിഗർ ഓഫ് മെറിറ്റിന്റെ മെഷറിംഗ് യൂണിറ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ ഓഫ് മെറിറ്റിന്റെ യൂണിറ്റ് പൈക്കോ ജൂൾ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പ്രൊപ്പഗേഷൻ ഡിലേ ഇൻറ്റു പവർ ഡിസിപ്പേഷൻ എന്നാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. പ്രൊപ്പഗേഷൻ ഡിലേ ഇൻറ്റു പവർ ഡിസിപ്പേഷൻ. ഇതില് പ്രൊപ്പഗേഷൻ ഡിലേയുടെ യൂണിറ്റ് നാനോ സെക്കൻഡ് ഇൻറ്റു മില്ലി വാട്ട് എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പൈക്കോ ജൂൾ എന്നും റെപ്രസെന്റ് ചെയ്യാം. പൈക്കോ ജൂൾ ആയിട്ട് മെയിൻ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഇത് പല ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫിഗർ ഓഫ് മെറിറ്റിന്റെ യൂണിറ്റ് എന്താണ്? പൈക്കോ ജൂൾ ആണ്. ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ ഇൻറ്റു പവർ ഡിസിപ്പേഷൻ ആണ്. പ്രൊപ്പഗേഷൻ ഡിലേ ടി പി ഡി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി പി എച്ച് എൽ പ്ലസ് ടി പി എൽ എച്ച് ഡിവൈഡഡ് ബൈ 2 ആണ്. അതായത് ടി പി എച്ച് എല്ലിന്റെയും ടി പി എൽ എച്ചിന്റെയും ആവറേജ് ആണ്. അതായത് ടി പി എച്ച് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലേ ടൈം ഇൻ ഗോയിങ് ഫ്രം ഹൈ ടു ലോ ലോജിക് ആണ്. ടി പി എൽ എച്ച് എന്ന് പറയുന്നത് ഡിലേ ടൈം ഇൻ ഗോയിങ് ഫ്രം ലോ ടു ഹൈ ലോജിക് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ് ആണ്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് പവർ ഡിസിപ്പേഷൻ ആണ്. പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് അത് ഐ സി സി ഇൻറ്റു വി സി സി ആണ്. അതായത് നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവറിന്റെ ഒരു ഇക്വേഷൻ വി ഐ ആണ്. അത് വെച്ചിട്ട് ഐ സി സി ഇൻറ്റു വി സി സി ആണ്. ഐ സി സി എന്ന് പറയുന്നത് ആവറേജ് കളക്ടർ കറണ്ട് കാൽക്കുലേറ്റഡ് ആസ് ദ ആവറേജ് ഓഫ് ഹൈ ആൻഡ് ലോ കറണ്ട്. അപ്പൊ അതെങ്ങനെ വരും? ഐ സി സി എന്ന് പറയുന്നത് ഹൈ ആൻഡ് ലോ കളക്ടർ കറണ്ടിന്റെ ആവറേജസ് ആണ്. ഓക്കെ, ഈ ഇക്വേഷൻസ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഡി കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി പി ഡി കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫിഗർ ഓഫ് മെറിറ്റ്. ഫിഗർ ഓഫ് മെറിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൊപ്പഗേഷൻ ഡിലേ ടു ദ പവർ ഡിസിപ്പേഷൻ. യൂണിറ്റ് എന്ന് പറയുന്നത് പൈക്കോ ജൂൾ ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് ഓഫ് 3 വേരിയബിൾ. ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻസിന്റെ വേരിയബിൾസ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര ഡിസ്റ്റിങ്ക്ട് ബൂളിയൻ എക്സ്പ്രഷൻ ഫോം ചെയ്യാം എന്നുള്ളത് പറയാനായിട്ട് 2 n എന്നാണ് പറയുക. അവിടെ n എന്ന് പറയുന്നത് ഇപ്പോ എ ബി ഈ 2 വേരിയബിൾസ് കൊണ്ടാണ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 വേരിയബിൾസ് എന്നാണ്. അപ്പൊ 2 ആണ് വരിക. ഇത് വരുന്നത് 16 into 16 വരും. ദാറ്റ് ഈസ് 256 എന്ന് വരും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇത് 3 മാറ്റി 4 5 2 ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്നിന്റെ പോർഷനിൽ എന്ത് കൊടുക്കുക? നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിന്റെ നമ്പർ കൊടുക്കുക. അപ്പോ ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് ഓഫ് n വേരിയബിൾസ് എന്ന് പറയുന്നത് 2 n ആണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A certain JK flip-flop has TPD. ഇവിടെ propagation delay തന്നിട്ടുണ്ട്. എത്രയാണ്? 10 nanosecond. The largest mode counter that can be constructed from such flip-flops and still operate up to frequency തന്നിട്ടുണ്ട്. എത്രയാണ്? 20 MHz. നമ്മൾ ഒരു കൗണ്ടറിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് TPDയും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് n ഇൻറ്റു ടി പി ഡി ആയിരിക്കും. ഓക്കെ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഈ ടി പി ഡി ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ടൈം ആണ്. ടൈം ഈക്വൽ ടു n ഇൻറ്റു ടി പി ഡി ആണ്. നമുക്കറിയാം റെസിപ്രോക്കൽ ഓഫ് ടൈം ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി വരുമ്പോൾ 1 ടൈം ഓഫ് ക്ലോക്ക് എന്ന് വരും. അങ്ങനെ വരുമ്പോൾ 1 n ഇൻറ്റു ടി പി ഡി എന്ന് വരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെ എഴുതണ്ടേ? 1 n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അത് നമുക്ക് ഇവിടെ അറിയില്ല. ടി പി ഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 10 നാനോസെക്കൻഡ്. അതേപോലെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 20 MHz. ഇതിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ ലാർജസ്റ്റ് മോഡ് എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ
n കണ്ടുപിടിക്കാനായിട്ട് 1/20 മെഗാ ഹെഡ്സ് ആകുമ്പോൾ 10⁻6 ഇൻറ്റു 10 നാനോ സെക്കൻഡ് ആകുമ്പോൾ 10⁻9. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 1/20 ഇൻറ്റു എന്താ വരിക 10⁻3. 10⁻3 മുകളിൽ പോകുമ്പോൾ 10 ക്യൂബ് ഡിവൈഡഡ് ബൈ 20. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ വരിക 1000 ഡിവൈഡഡ് ബൈ 20 1000 ഡിവൈഡഡ് ബൈ 200 ആണ്. ഇവിടെ 20 ഇൻറ്റു 10 200 ആണ്. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 200 എന്ന് വരും. അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്താണ്? നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ വന്നാൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടാവും? 2⁵5 സ്റ്റേറ്റ്സ് ഉണ്ടാവും. 2⁵5 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 32 സ്റ്റേറ്റ്സ് ഉണ്ടാവും. അതായത് 0 to 31 വരെ ആയിരിക്കും ഈ കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ 32 സ്റ്റേറ്റ്സ് ആവുമ്പോൾ എന്തെന്നാ പറയാ? മോഡ് 32 ആയിരിക്കും ഇവിടുത്തെ ലാർജസ്റ്റ് മോഡ് കൗണ്ടർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ക്ലോക്ക് ടൈമിന്റെ ഇക്വേഷൻ ആണ് n ഇൻറ്റു TPD. അതേപോലെ റെസിപ്രോക്കൽ ഓഫ് ദിസ് ടൈം ഈസ് എന്താണ്? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രീക്വൻസി ആണ്. F = 1/TPD ഇൻറ്റു n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the digital IC families, which of the following statements are false? First one, ECL is a non-saturated logic family. ECL എന്ന് പറഞ്ഞാൽ എന്താണ്? ECL എന്ന് പറഞ്ഞത് എമിറ്റർ കപ്പിൾഡ് ലോജിക് ആണ്. അത് ഒരു ഫാസ്റ്റ് ഡിജിറ്റൽ ലോജിക് ഫാമിലി ആണ്. അതേപോലെ തന്നെ ഹൈ സ്പീഡ് ആണ്. അതേപോലെ ലോ പവർ കൺസംഷൻ ആണ്. ലോ പവർ കൺസംഷൻ. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് അറിയപ്പെടുന്നു കറണ്ട് മോഡ് ലോജിക് എന്നും ഒരു പേരുണ്ട്. കറണ്ട് മോഡ് ലോജിക്, എമിറ്റർ കപ്പിൾഡ് ലോജിക് എന്നും അറിയപ്പെടുന്നു, കറണ്ട് മോഡ് ലോജിക് എന്നും പറയുന്നു. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവോയ്ഡിങ് സാച്ചുറേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആക്റ്റീവ് റീജിയൻ ട്രാൻസിസ്റ്റർ ഡിഫറൻഷ്യൽ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണ്? ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്സ് ഇൻ ആക്റ്റീവ് റീജിയൻ ആയിരിക്കും വെൻ അവോയ്ഡിങ് സാച്ചുറേഷൻ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്താണ്? അവോയ്ഡിങ് നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി എന്നാണ്. അത് കറക്റ്റ് ആണ്. ECL എന്ന് പറയുന്നത് അവോയ്ഡിങ് സാച്ചുറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നോൺ സാച്ചുറേറ്റഡ് ലോജിക് ഫാമിലി ആണ്. നെക്സ്റ്റ് HTLന്റെ കേസ് ആണ് പറയുന്നത്. HTL എന്ന് പറയുന്നത് ഹൈ ത്രഷോൾഡ് ലോജിക് ആണ്. ഹൈ ത്രഷോൾഡ് ലോജിക് എന്ന് പറയുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് തന്നെ എന്തായിരിക്കും? നമ്മുടെ ഹൈ നോയ്സ് മാർജിനിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ലോജിക് ഫാമിലി യൂസ്ഡ് ഇൻ എൻവയോൺമെന്റ് വിത്ത് ഹൈ നോയ്സ് മാർജിൻ ആണ്. സോ HTL ഹാസ് ബിഗ്ഗസ്റ്റ് നോയ്സ് മാർജിൻ. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. സോ ഇതും ട്രൂ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് CMOS ഹാസ് ഹൈയസ്റ്റ് ഫാൻ ഔട്ട്. അതായത് 3000 പ്ലസ് ഡിവൈസസിനെ ഔട്ട്പുട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. CMOS ആയിട്ടുള്ളതിന്റെ TTLന് വളരെ കുറവ് ഫാൻ ഔട്ട് ആണുള്ളത്. പക്ഷെ CMOSന് ഹൈ ഫാൻ ഔട്ട് ആണ്. സോ ഇതെല്ലാം ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ് എന്ന് പറയുന്നത് ഇതിലൊന്നും ഫോൾസ് ഇല്ല. സോ ഓപ്ഷൻ ഡി നൺ എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the minimal function that can detect a divisible by 4 8421 BCD code digit representation is given by. ഇവിടെ ഒരു 4-bit representation ആണ്. D3, D2, D1, D0. ഇതിലെ ഒരു മിനിമൽ ഫംഗ്ഷൻ എന്തായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കണ്ടീഷൻ? ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം. നമ്മൾക്കറിയാം ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 4 എന്ന് പറയണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡിജിറ്റ്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെ വരാം? 0 1 വരാം, 1 0 വരാം, 1 1 വരാം, 0 0 വരാം. അതില് ഇത് നമ്മുടെ 8421 കോഡാണ്. അപ്പൊ 2ഉം 1ഉം ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് ഡിവിസിബിൾ ബൈ 4 അല്ല. ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. പക്ഷെ ഇതിനേലും മിനിമൽ വാല്യൂ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അതായത് ഇതെന്ന് പറയുന്നത് 2 ആണ്. ഇനി മിനിമം ഒരു 0 0 ഉണ്ട്. അതും കൂടെ ഡിവിസിബിൾ ആവുന്നുണ്ടെങ്കിൽ
നമുക്ക് പറയാം ഇതായിരിക്കും ആൻസർ വരാന്ന്. 1 1 വരും. 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇത് ഡിവിസിബിൾ ബൈ 4 അല്ല. പക്ഷേ 0 0 എന്ന് വരുമ്പോൾ എന്താണ്? 0 ആണ്. അത് ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോ 1 0യും ഡിവിസിബിൾ ബൈ 4 ആണ്, 0 0യും ഡിവിസിബിൾ ബൈ 4 ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിനിമൽ ഫംഗ്ഷൻ എന്നാണ്. മിനിമൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 0 0 ആണ്. സോ D1നും 0 വരണം, D0യ്ക്കും 0 വരണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? D1 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. D0 ബാർ എന്ന് പറയുന്നതും 0 ആണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. IEEE 802.11 wireless technology employ dash multiple access scheme to avoid collision. ഇതില് നമ്മുടെ ഓപ്ഷൻ സിയും ഡിയും ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ സി പറയുന്നത് CSMA ബാർ CD ആണ്. CSMA ബാർ CD എന്ന് പറഞ്ഞാൽ എന്താണ്? കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളിഷൻ അവോയ്ഡൻസ് വിത്ത് കൊളിഷൻ ഡിറ്റക്ഷൻ ആണ്. ഇവിടെ എന്താണ്? CD റെപ്രസെന്റ് ചെയ്യുന്നത് കൊളിഷൻ ഡിറ്റക്ഷൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവോയ്ഡ് കൊളിഷൻ ആണ്. അപ്പോ ഇതായിരിക്കും ആൻസർ വരിക. ഇതെന്താണ്? CSMA എന്ന് പറയുന്നത് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് അവോയ്ഡ് കൊളിഷൻ. ഓക്കെ, അവോയ്ഡ് കൊളിഷൻ. പക്ഷെ ഇവിടെ ഡിറ്റക്ട് കൊളിഷൻ ആയിരുന്നു ക്വസ്റ്റ്യനിലെങ്കിൽ നമുക്ക് സി എഴുതാമായിരുന്നു. ഇവിടെ അവോയ്ഡ് കൊളിഷൻ ആണ്. സോ CSMA CA ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ആർ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. നമുക്കറിയാം ഏതൊക്കെയാണ്? നാൻഡും നോറും ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് അവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്? മറ്റെല്ലാ ഗേറ്റ്സും നമുക്ക് ഈ രണ്ട് ഗേറ്റ്സ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്വാഡ് 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്? 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഏതാണ്? 7408 ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 7400 എന്ന് പറയുന്നത് നാൻഡ് ആണ്. അതേപോലെ 7402 എന്ന് പറയുന്നത് നോർ ആണ്. 7404 എന്ന് പറയുന്നത് നോട്ട് ആണ്. 7408 എന്ന് പറയുന്നത് ആൻഡ് ആണ്. അതേപോലെ 7432 എന്ന് പറയുന്നത് ഓർ ആണ്. 7486 എന്ന് പറയുന്നത് എക്സോർ ആണ്. 74266 എന്ന് പറയുന്നത് എക്സ്നോർ ആണ്. ഇത്രയും ഗേറ്റ്സിന്റെ നമ്പർ കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൻഡ് ഗേറ്റ് ഏതെന്നാണ്? 7408 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് ഹൈ ഓർ 1 ആൻഡ് അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് വെൻ എനി വൺ ഓഫ് ദ ഇൻപുട്സ് ഈസ് ഹൈ. നമുക്ക് നോക്കാം. 00 01 10 11. ഇതാണ് നമ്മുടെ 2 ഇൻപുട്ട് ഗേറ്റിന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത്. ഇത് A B എന്നെടുത്താൽ Y എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ലോജിക് ഗേറ്റ് ദാറ്റ് വിൽ ഹാവ് ഹൈ വാല്യൂ എപ്പോഴായിരിക്കും? ഇറ്റ്സ് ഔട്ട്പുട്ട് വെൻ എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ഹൈ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുമ്പോൾ 1 വരും. ഇത് ഏത് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ്? നമ്മുടെ ഓർ ഗേറ്റിന്റെ ആണ്. കാരണം ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആവും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് വിൽ മേക്ക് ആൻ ആൻഡ് ഗേറ്റ് ടു പ്രൊഡ്യൂസ് എ ഹൈ ഔട്ട്പുട്ട്. നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവണമെങ്കിൽ എന്ത് വരണം എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. എന്താണ് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ? 00 01 10 11 0 0 0. രണ്ട് ഇൻപുട്ടും ഹൈ ആയാൽ മാത്രമേ 1 വരുള്ളൂ. അപ്പൊ എന്തായിരിക്കും? ഓൾ ഇൻപുട്സ് ഹൈ ആവണം ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആവണമെങ്കിൽ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു സ്റ്റോർ ബൈനറി ഇൻഫർമേഷൻ. ഓക്കെ, ബിറ്റ് സ്റ്റോർ ചെയ്യാനല്ലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുക. സോ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈനറി ഇൻഫർമേഷൻ. ടു സ്റ്റോർ ബൈനറി ഇൻഫർമേഷൻ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ A bar B plus A plus B bar into C bar. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? A bar B plus A C bar plus B bar C bar. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇനി ഇതിൽ ഫർദർ സിംപ്ലിഫിക്കേഷൻ വല്ലതും പോസിബിൾ ആണോ? നോക്കുക. പോസിബിൾ അല്ല.
ഇതിനകത്ത് നമുക്ക് ഇനിയും ഇത് സിംപ്ലിഫൈഡ് ഫോം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഓപ്ഷനിൽ തന്നിട്ടുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അതായത് ഓപ്ഷൻസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് എ ബാർ ബി പ്ലസ് സി ബാർ ഈക്വൽ ടു, ക്വസ്റ്റ്യൻ നോക്കുക, എ ബാർ ബി പ്ലസ് എ പ്ലസ് ബി ബാർ ഇൻറ്റു സി ബാർ. ഇത് രണ്ടും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് കുറച്ച് വാല്യൂസ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പൊ ആദ്യം നമുക്ക് എക്ക് 0, ബിക്ക് 1, സിക്ക് 1 ഇങ്ങനെ കൊടുത്തു നോക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ y ഈക്വൽ ടു എന്തെന്ന് വരും, y ഈക്വൽ ടു എ ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് എ പ്ലസ് ബി ബാർ 0 പ്ലസ് 1 ഇൻറ്റു സി ബാർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. ആ 1 ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ അപ്പുറത്തും നോക്കുക കറക്റ്റ് ആണോ എന്ന്. എ ബാർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 1, ദെൻ പ്ലസ് സി ബാർ എന്ന് പറഞ്ഞാൽ 0. അപ്പൊ 1 തന്നെ കിട്ടിയില്ലേ, ഈ കണ്ടീഷൻ ഓക്കെ ആയി. അതേപോലെ അടുത്തത് നോക്കുക, എ ഇസ് ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 0 കൊടുത്തു നോക്കുക. ദെൻ y ഈക്വൽ ടു എങ്ങനെ കിട്ടും, എ ബാർ എന്ന് പറഞ്ഞാൽ 0, ബി പ്ലസ് എ പ്ലസ് ബി ബാർ ഇൻറ്റു സി ബാർ. ഇത് ചെയ്തു നോക്കുക, 1 വരും. അങ്ങനെ വരുമ്പോൾ 0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 0 വരും, 1 പ്ലസ് 0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 വരും. അത് ഈക്വലന്റ് ആണോ ഇതിനെന്ന് നോക്കുക. എ ബാറിന് 0 ഇൻറ്റു ബി പ്ലസ് സി ബാർ. അപ്പോൾ ഇവിടെയും 1 കിട്ടിയില്ലേ. അപ്പൊ ഈ കണ്ടീഷനും കറക്റ്റ് ആണ്. നമുക്ക് മറ്റ് 2 കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എക്ക് എന്ന് പറയുന്നത് 1ഉം, ഇനി ഒരു കണ്ടീഷനും കൂടെ നോക്കാം. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 1 കൊടുത്തു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ചെക്ക് ചെയ്യുമ്പോൾ എ ബാർ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എ പ്ലസ് ബി ബാർ ഇൻറ്റു സി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പൊ എന്താ വരിക, 0 വരും, 0 വരും. അങ്ങനെ 0 ആയിരിക്കും ആൻസർ വരിക. ഇത് തന്നെ ഈ ഒരു LHSലും വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എ ബാർ ബി, എ ബാർ എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 1 പ്ലസ് സി ബാർ എന്ന് പറയുമ്പോൾ 0. നമുക്ക് 0 തന്നെ കിട്ടിയില്ലേ. അപ്പൊ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതായിരിക്കാം റൈറ്റ് എന്ന് പറയാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ബാർ ബി പ്ലസ് സി ബാർ. അതായത് ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഇക്വേഷൻ റൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. 3 കണ്ടീഷൻസ് ഇവിടെ ചെക്ക് ചെയ്തു. സോ നമുക്ക് ഫൈനലൈസ് ചെയ്യാം, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് focus on what really matters.